ഹായ്. നമ്മളെല്ലാവരും വളരെ ഞെട്ടലോടെ ഈ കഴിഞ്ഞ ദിവസം കേട്ട ഒരു വാർത്തയാണ്. ആലപ്പുഴയിലെ വെറും 13 വയസ്സ് മാത്രം പ്രായമായ ഒരു പെൺകുട്ടി 17-16 വയസ്സൊക്കെയുള്ള സുഹൃത്തുക്കളുടെ സഹായത്തോടെ സ്വന്തം ഗ്രാൻഡ് ഫാദറിനെ പ്ലാൻ ചെയ്ത് കൊലപ്പെടുത്തിയ വാർത്ത. അപ്പോൾ ഈ വാർത്ത വെളിയിൽ വന്നതിന് ശേഷം എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചു, ഞാൻ എന്താണ് ഇതിനെക്കുറിച്ച് കരുതുന്നത് എന്ന്, ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്ന്. ഒരുപക്ഷെ ഞാൻ ഈ അധ്യാപന മേഖലയിൽ ഒരുപാട് വർഷങ്ങളായിട്ട് നിൽക്കുന്ന ഒരാളായതുകൊണ്ട്, കുട്ടികളോട് ഇടപെടുന്ന ഒരാളായതുകൊണ്ടായിരിക്കാം എൻ്റെ ഒരു തോട്ട് ഇതിനെക്കുറിച്ച് എന്താണെന്ന് ചോദിച്ചത്. ഈ കുട്ടി എന്തുകൊണ്ട് ഇത് ചെയ്തു എന്ന് നമുക്ക് കറക്റ്റായി അറിയില്ല. രണ്ട് മൂന്ന് കാരണങ്ങളാണ് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ കാണുന്നത്. ഒന്ന്, പണം അപഹരിച്ച് ഈ കുട്ടിക്ക് ഐഫോൺ മേടിക്കാനും സുഹൃത്തുക്കൾക്ക് ബൈക്കും ടൂ വീലറൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനായിരുന്നു ഇത് എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു റീസൺ. രണ്ട്, ഈ കുട്ടി അമിതമായി മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനെ ഈ ഗ്രാൻഡ് ഫാദർ എതിർത്തിരുന്നു. അതുകൊണ്ട് പ്ലാൻ ചെയ്തു ഈ കൃത്യം നിർവഹിച്ചു എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാരണമായിട്ട് ന്യൂസ് മിനിറ്റ് പോലെയുള്ള മാധ്യമങ്ങളിൽ വന്നത് ഇൻഅപ്രോപ്രിയേറ്റ് ടച്ച് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി, അതുകൊണ്ട് പ്ലാൻ ചെയ്ത് ഇങ്ങനെ വധിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ കാരണം എന്താണ് എന്നറിയില്ല. ഞാനതിൻ്റെ ആ കാരണത്തിൽ ഫോക്കസ് ചെയ്തല്ല നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതും. ഞാനത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോയാൽ എന്നോട് ചോദിച്ച ആൾ പോലും ഇത് കേൾക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് ക്വിക്കായിട്ട് ഇതിൻ്റെ ഒരു റീസൺ എന്തായിരിക്കാം. ഇത് ആദ്യ സംഭവമല്ല എന്നുള്ളതാണ് ഒന്നാമത്. ഈ 2026 തന്നെ പാലക്കാട് ഇതുപോലെ ഒരു ടീനേജർ ഒരു പ്രായമായ ആളെ കൊലപ്പെടുത്തുകയും അതായത് പണമൊക്കെ അപഹരിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ ഒരു 17 വയസ്സുള്ള ഒരു കുട്ടി, ഒരു ആൺകുട്ടി മാനന്തവാടിയിൽ ഒരു 80 വയസ്സുള്ള ഒരമ്മയെ കൊലപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്നു. അതൊക്കെ ഈ 2026 നടന്നതാണ്. അപ്പോൾ ഇത് ആദ്യമായി നടക്കുന്ന സംഭവമല്ല. അപ്പോൾ ഇതിൻ്റെ കാരണം എന്തായിരിക്കും എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ വൺ ഓഫ് ദ റീസൺസ് എന്ന് പറയുന്നത്, നമ്മൾ അധ്യാപകരും പേരൻസൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പം നമുക്ക് ഈ ടീനേജ് പ്രായത്തിൽ നമ്മുടെ ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് ഡെവലപ്ഡ് അല്ല അത്ര തന്നെ. ഒരു mid-20s ആണല്ലോ ഇത് ഡെവലപ്പായി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഇമ്പൾസ് കൺട്രോള് കുറവായിരിക്കും. അതായത് നമുക്ക് ഒരു കാര്യം ചെയ്യാൻ തോന്നിയാൽ അതിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും ചിന്തിക്കാനുള്ള കഴിവ് ഈ പ്രായത്തിൽ സാധാരണഗതിയിൽ കുറവായിരിക്കും. അപ്പോൾ ഒരു ടനൽ വിഷനായിരിക്കും കൂടുതലായിട്ട് കാണുന്നത് ഈ പ്രായത്തിലുള്ള കുട്ടികളിൽ. ഉദാഹരണത്തിന് ഈ ആലപ്പുഴയിലെ കേസ് എടുത്താൽ ഇതിൽ കാരണം എന്തോ ആയിക്കോട്ടെ, ഇപ്പം ഉദാഹരണമായിട്ട് നമ്മൾ എടുക്കുകയാണ്, ഈ മൊബൈൽ ഫോൺ മേടിക്കുക എന്നുള്ളതായിരുന്നു കാരണം. അപ്പോൾ അതിന് എന്ത് വഴി തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത്, അതിൻ്റെ പിന്നീട് വരുന്ന പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കും, ഇത്തരം കാര്യങ്ങൾ ഈ ടീനേജ് സമയത്ത് നമുക്ക് വളരെ എല്ലാ ആസ്പെക്റ്റിൽ നിന്നും ചിന്തിക്കാനായിട്ടുള്ള നമ്മുടെ ബ്രെയിൻ അത്ര കണ്ട് ഡെവലപ്ഡ് അല്ല. അപ്പോൾ നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്, ഇത്തരം സംഭവങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കാനായിട്ട് എന്താണ് ചെയ്യാൻ സാധിക്കുക? ഒരു കാരണം എനിക്ക് പറയാനുള്ളത്, ഒരു പരിധി വരെയെങ്കിലും സോഷ്യോ ഇമോഷണൽ ലേണിംഗ് സ്കൂൾ കരിക്കുലത്തിൻ്റെ ഒരു ഭാഗമാക്കുക എന്നുള്ളതാണ്. നമ്മളിതിന് ഇപ്പോൾ ഈ ഒരു കുട്ടിയുടെ കാര്യത്തിൽ, കുട്ടിയുടെ കുടുംബത്തിൽ ഉണ്ടായ പ്രശ്നങ്ങൾ, അച്ഛനില്ലാത്ത അവസ്ഥ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒരു പരിധി വരെ ഒരു കാരണമായിട്ടുണ്ടാവാം. എങ്കിൽ കൂടി നമ്മൾ ജനറലി നോക്കുമ്പോൾ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന എല്ലാവരും ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്ന് വരുന്നവരല്ല. അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ കൂടെ താമസിക്കുന്ന കുട്ടികളും ഇത്തരം കുറ്റകൃത്യങ്ങളിലേക്ക് കടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സോഷ്യോ ഇമോഷണൽ ലേണിംഗ് കമ്പൽസറി ആയിട്ടും നമ്മൾ സ്കൂൾ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തുകയും, അതുപോലെ ഈ കുട്ടികൾക്ക് ഒരു ടനൽ വിഷനാണ് കൂടുതലായിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും, അത് എങ്ങനെ
ഒരു ആസ്പെക്റ്റ് ഒരു കാര്യത്തിൻ്റെ പല ആസ്പെക്റ്റുകളിൽ നിന്ന് കാണാം, പല വശങ്ങളിൽ നിന്ന് ചിന്തിക്കാമെന്ന് കുട്ടികളെ പറഞ്ഞ് അവരെ അതിലേക്ക് ഗൈഡ് ചെയ്യുകയും കൂടി ചെയ്യേണ്ടത് നമ്മൾ എനിക്ക് തോന്നുന്നു ടീച്ചിങ് ഫീൽഡിലുള്ള അല്ലെങ്കിൽ അഡൽട്ട്സ് ആയിട്ടുള്ള നമ്മുടെയൊക്കെ ഒരു ഉത്തരവാദിത്തമാണ് എന്ന് തോന്നുന്നു. അതാണ് ഈ ഒരു പോയിന്റിനെ കുറിച്ച്, ഈ ഒരു ഇഷ്യൂവിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇനി ഇത്തരം സംഭവങ്ങൾ നടക്കാതിരിക്കട്ടെ. We can all work towards building better society.